ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ലോകം ഇന്ന് ഉത്ഥിതനായ ക്രിസ്തുവിനെ പ്രതി ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ ആ ഉത്ഥിതനായ കർത്താവ്, ഉയർപ്പിക്കപ്പെട്ട കർത്താവ്, ലോകത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലും വിജയം വരിച്ച യേശു ക്രിസ്തു ഇന്ന് നിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ യേശു ക്രിസ്തു നിൻ്റെ ഭവനത്തെയും നിങ്ങളെ ഓരോരുത്തരെയും എല്ലാ പൈശാചിക ശക്തികളിൽ നിന്നും നിങ്ങളെ വിമോചിച്ച് സ്വതന്ത്രരാക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ കേൾക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 10 തിരുവചനം. യേശു മരിച്ചവരിൽ നിന്നും ഉത്ഥാനം ചെയ്തതിന് ശേഷം ആദ്യമായി ശിഷ്യന്മാരുടെ അടുക്കൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവരോട് ആവശ്യപ്പെടുന്ന ഒരു പ്രത്യേക കാര്യമാണ് ഇന്ന് നമ്മൾ ശ്രവിക്കുന്നത്. യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ശിമയോൻ പത്രോസ് മീൻ പിടിക്കാൻ പോയപ്പോൾ അവൻ്റെ ഒപ്പം മറ്റു ശിഷ്യന്മാരും കൂട്ടുകൂടി. അവരെ സന്ദർശിക്കുന്ന യേശു അവരോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ന് നിങ്ങളുടെ കയ്യിൽ പുതുതായിട്ട് നേടിയത് എന്തുണ്ട്? ഇന്ന് നിങ്ങൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരിക. പ്രിയ സഹോദരി സഹോദരങ്ങളെ, കർത്താവ് നമ്മളെ സന്ദർശിക്കുമ്പോഴും യേശുക്രിസ്തു നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ സന്ദർശിക്കാൻ വരുമ്പോൾ ഈശോ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ന് നിങ്ങളുടെ കയ്യിൽ പുതുതായിട്ട് എന്തുണ്ട് എനിക്ക് തരാൻ? പഴയതൊന്നും വേണ്ട, ഇന്നത്തേത്, ഇന്ന് നിങ്ങൾക്ക് കൊടുക്കുവാൻ എന്തുണ്ട്? ഒന്ന്, നമ്മളെ തന്നെ ആത്മശോധന ചെയ്യുക. കർത്താവ് ഇന്ന് ഈ ഈസ്റ്റർ ദിവസം, ഉത്ഥിതനായ കർത്താവ് യേശു ക്രിസ്തു എന്നെ സന്ദർശിച്ചാൽ പുതുതായിട്ട് എനിക്ക് എന്ത് കൊടുക്കുവാൻ സാധിക്കും? പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അനുഗ്രഹത്താലും സഹായത്താലും നിങ്ങളുടെ ജീവിതം തന്നെ, നിങ്ങൾ വലിച്ചെറിഞ്ഞു കളഞ്ഞ പഴയ മനുഷ്യനെ മാറ്റിക്കളഞ്ഞ നിങ്ങളുടെ പുതിയ ജീവിതം തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കുവാൻ, കർത്താവെ എന്നെ തന്നെ ഇന്നൊരു പുതിയ വ്യക്തിയായി നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് വിശ്വാസത്തോടെ പറയുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപ നിങ്ങൾക്കുണ്ടാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്ററിൻ്റെ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം ഇന്ന് നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളുടെ കൂടെയും ഉണ്ടാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.